നൊയമ്പുകാലം 3-ാം വാരം ഞായർ. തിരുവചനം. സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായി എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എന്ത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം തിരുവചനം. നല്ല ഇടയൻ വഴിതെറ്റിപ്പോയ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തോളിലേറ്റി കൂട്ടിക്കൊണ്ടുവരുന്നവനാണ്. സക്കേവൂസും ലേവിയുമെല്ലാം പെട്ടെന്ന് മാനസാന്തരപ്പെട്ടവരാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലെ കാനാൻകാരി ദീർഘമായ സംഭാഷണത്തിലൂടെ കടന്നുപോയി. ഇവരുടെ മാനസാന്തരത്തിന് സമയമെടുത്തു. ഒരു സാധാരണഗതിയിലുള്ള മനസ്സുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമാണ് ജീവിതം പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ച് സ്വന്തം കുരിശുമെടുത്ത് നാഥനെ അനുഗമിക്കുക. പാപിനിയായ മറിയം മഗ്ദലേന എത്ര കടമ്പകൾ കടന്നാണ് അവസാനം കാൽവരിയിൽ എത്തിയത്. പത്രോശ്ലീഹ പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നു. അതിനാൽ പൂർണ്ണമായൊരു മാനസാന്തരം നമ്മിൽ സംഭവിക്കുവാൻ അവനൊരിക്കലും അനുവദിക്കുകയില്ല. തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ജോൺ ന്യൂട്ടൺ ഒരു ആംഗ്ലിക്കൻ വൈദികനാണ്. വളരെ പ്രസിദ്ധമായ അമേസിംഗ് ഗ്രേസ് ആ സ്തുതി അദ്ദേഹം എഴുതിയതാണ്. ജോൺ ന്യൂട്ടൺ തൻ്റെ യുവത്വത്തിൽ വഴിതെറ്റിപ്പോയി. അദ്ദേഹം അഹങ്കാരത്തോടു കൂടി അന്ന് പറഞ്ഞു, ഏതൊരു പാപം ചെയ്യുവാനും എനിക്കൊരു നാണവും ഇല്ല. അവിചാരിതമായി അദ്ദേഹം ഒരു അടിമയായി വിൽക്കപ്പെട്ടു. ദീർഘമായ പീഡനങ്ങൾ അവിടെ സഹിക്കേണ്ടി വന്നു. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നില്ല. തുടർന്ന് അദ്ദേഹം ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. സ്വന്തം മരണം നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നീട് വചനം വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ മാറ്റം സംഭവിച്ചു. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി. അടിമക്കച്ചവടം നടത്തിയിരുന്ന അദ്ദേഹം അടിമക്കച്ചവടത്തെ എതിർക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പോരാളിയായിട്ട് മാറി. മറവി രോഗം ആരംഭിച്ചപ്പോൾ അദ്ദേഹം എഴുതി, എനിക്ക് മറക്കാനാകാത്ത 2 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, ഞാനൊരു പാപിയാണ്. 2, ക്രിസ്തുവാണ് ഏക രക്ഷകൻ.